വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ റയൽ വേഴ്സസ് അത്ലറ്റിക്കോ മാച്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ റിയലി സോറി. PSG വേഴ്സസ് ലിവർപൂൾ പോലെ ഗംഭീര മാച്ച് നടന്നു, ബയേണിൻ്റെ മാച്ചൊക്കെ കഴിഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റായിരുന്നത്. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റില്ല. അതേസമയം ബാഴ്സൻ്റെ വീഡിയോ ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തു. അത് നമ്മൾ മല്ലുക്യൂളർ എന്ന് പറഞ്ഞിട്ടുള്ള ബാഴ്സക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ അത് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ. അതിൽ ബാഴ്സ ഉള്ളിൽ കണ്ടൻസ് ആയിരിക്കും, കാരണം ബാഴ്സൻ്റെ ഇവിടെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കൂടിപ്പോവാണ്. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു, കാണുന്നങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അവിടെ ബാഴ്സ കണ്ടൻ്റൊക്കെ ഇനി അവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ചിലപ്പോൾ ബാക്കിൽ നിന്ന് സൗണ്ട് ഉണ്ടായിരിക്കും, ആറ്റുകാൽ പൊങ്കാലയാണ്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ അത് കാര്യമാക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ അത്ലറ്റിക്കോ വേഴ്സസ് റയൽ മാഡ്രിഡ് സെക്കൻഡ് ലെഗ് നടക്കുന്നത് വാൻഡ മെട്രോപൊളിറ്റാനോയിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ലെഗ് നമുക്കറിയാം 3 വണ്ടർ ഗോളുകൾ പിറന്ന ഒരു മാച്ചായിരുന്നു. റോഡ്രിഗോൻ്റെ ഗോള്, ബ്രാഹിമിൻ്റെ ഗോള്, അതുപോലെ തന്നെ ഒരു ഗോള് അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? അത് ഹൂലിയൻ അൽവാരസ് ആയിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻഡ് ടു എൻഡ് പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ ഒരു വൈബ് തരുന്നൊരു ഗോൾ തന്നെ ഫസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഗോള് വരുന്നത്? അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്ന് ഒരു ബോൾ വരുന്നു, അത് റൗൾ അസെൻസിയോ ക്ലിയർ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ആ ബോൾ പിടിച്ചെടുക്കുന്നത് ഹൂലിയൻ അൽവാരസ് ആണ്. അൽവാരസ് അത് ഡിപ്പോളിന് കൊടുക്കുന്നു. ഡിപ്പോൾ കൃത്യമായിട്ട് ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്ന ബോൾ നമ്മുടെ സിമിയോണിൻ്റെ മോന് നൈസായിട്ടത് ഗലഗറിന് കൊടുക്കുന്നു. ഗലഗർ അത് ഫിനിഷ് ചെയ്യുന്നു. അവിടെ ഒരു പ്രോപ്പർ ടീം വർക്കാണ് നമ്മൾ അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് മത്സരത്തിൻ്റെ 27-ാം സെക്കൻഡിൽ തന്നെ അത്ലറ്റിക്കോ മുന്നിലെത്തുകയാണ്. അപ്പം അഗ്രിഗേറ്റ് 2-2, മെട്രോപൊളിറ്റാനോയിൽ 2-2 സ്കോർ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഒരു 90 മിനിറ്റ് വരെയുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ കുറേയൊക്കെ നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരൊരുപാട് ചാൻസസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രസ്സിങ് ടോപ്പ് നോച്ച് പ്രസ്സിങ് ആയിരുന്നു. ഇപ്പം അതിലിപ്പോൾ ബാരിയോസിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. ഡിപോള്, ഗാലൈഗർ, ഇവരൊക്കെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? ഹൂലിയൻ അൽവാരസ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ 2 വിങ് ബാക്സും നല്ല രീതിക്ക് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മത്സരത്തിൽ ഏറെക്കുറെ വിനീഷ്യസിനെ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്ത് കളയാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോനെ ലോക്ക് ചെയ്ത് കളയാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജിമിനസ് സെൻറ്റർ ബാക്ക് റോളിൽ എടുത്തിട്ടുണ്ടായിരുന്ന പണി ടോപ്പ് ക്ലാസ് വർക്കായിരുന്നു. അടിപൊളിയായിട്ടാണ് അവിടെ മൂപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബ്ലാക്കിനൊരു ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ആസ് എ ടീം എന്നുള്ള നിലക്ക് അവർ പ്ലാൻ ചെയ്തത് ഏറെക്കുറെയൊക്കെ നടപ്പിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ലറ്റിക്കോൻ്റെ സൈഡ് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവർ അവസാനം ഒരു പെനാൾട്ടി മതി എന്നുള്ള മൈൻഡിൽ തന്നെയാണ് കളിച്ചത്. അപ്പം ആ ഒരു 90 മിനിറ്റിൽ റയലിൻ്റെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വീക്കായിരുന്നു റയൽ. അതായത് പല സമയത്തും പ്രസ്സിങ് പ്രോപ്പർ ആവുന്നില്ല, മിഡ്ഫീൽഡ് ബാറ്റിൽ വിജയിക്കാൻ വേണ്ടി കഴിയുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അത്ലറ്റിക്കോ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത്ലറ്റിക്കോ കുറേ അറ്റാക്ക് വരുന്നു, പക്ഷേ ഈ സമയത്തൊക്കെ റയൽ നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം റുഡിഗർ ആണെങ്കിലും റൗൾ അസെൻസിയോ ആണെങ്കിലും മെൻഡി ആണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് നമ്മുടെ വെൽവേർഡൊക്കെ ടോപ്പായിട്ട് കളിക്കുന്നുണ്ട്. കമവിങ്ക പിച്ചിലേക്ക് വന്നതിന് ശേഷം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിച്ചു ഡിഫെൻസീവ്ലി കേട്ടോ. അപ്പം ഈ ഒരു ഡിഫെൻസീവ് വർക്ക് ഒരുവിധം അത്ലറ്റിക്കോനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അത്ലറ്റിക്കോ കുറച്ച് ക്ലിയർ കട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതേസമയം നമ്മൾ റയലിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ റയലിൻ്റെ അറ്റാക്കിൽ റയലിന് അറ്റാക്കിൽ കുറേ ക്ലിയർ കട്ട് ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതായത് ഇത് ഗോൾ അടിക്കും എന്നുള്ള വൈബ് തരുന്ന ഒരു ചാൻസും ക്രിയേറ്റ് ചെയ്യാൻ റയലിന് അങ്ങനെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. എംബാപ്പെ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഇവർക്കൊന്നും സ്റ്റെപ്പപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാമിനും സ്റ്റെപ്പപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്, അറ്റാക്കിംഗ് വൈസ് കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത്. പിന്നെ ബ്രാഹിം വരുന്നുണ്ട്, ബ്രാഹിമിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ വാസ്കുസ് ആ ഒരു റൈറ്റ് ബാക്കിൽ വരുന്നുണ്ട്. അപ്പം വാസ്കുസ് റൈറ്റ് ബാക്കിൽ വരുന്ന സമയത്ത് മിഡ്ഫീൽഡിലേക്ക് വൽവേർഡ് വരികയാണ്. വൽവേർഡ് മിഡ്ഫീൽഡിലേക്ക് എത്തിയപ്പോൾ മിഡ്ഫീൽഡിൽ കുറച്ചുകൂടി കൺട്രോൾ കാര്യങ്ങളൊക്കെ റയലിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ 90 മിനിറ്റ് പിന്നിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് മാച്ച് പോകുന്ന സമയത്ത് റയലിന് കുറേ കൂടി ഗ്രിപ്പ് മിഡ്ഫീൽഡിൽ കിട്ടുന്നു, കുറേ അറ്റാക്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ സ്റ്റിൽ അവർക്ക് ഗോള്
സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ത്രൂ ഔട്ട് ദ മാച്ചിൽ അത്ലറ്റിക്കോക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് ജൂലിയൻ അൽവാരസ് ഒരുപാട് ഹാഫ് ചാൻസസ് ഷോട്ട് എടുക്കുന്നുണ്ട്, ത്രെറ്റനിങ് ആയിട്ടുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഗ്രീസ്മാനൊക്കെ കംപ്ലീറ്റ്ലി നിരാശപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ നടത്തിയ മനുഷ്യനാണ് ആര്, നമ്മുടെ ദിബോട്ട് കോർട്ടുവ. ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ ആൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിന് കോർട്ട് വർക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഒബ്ലാക്കും കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള സേവുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ടോട്ടലി മാച്ച് നോക്കുമ്പം ആ 90 മിനിറ്റൊക്കെ അത്യാവശ്യം ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു ഇൻറ്റൻസ് കണ്ടിന്യൂസ് അറ്റാക്സ് കാര്യങ്ങളൊന്നും നമുക്ക് രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ നിരന്തരമായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് എത്തുമ്പോൾ കളി കുറേ കൂടി ഓൺ ആവുന്നുണ്ട്, കുറേ കൂടി അറ്റാക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റയലിൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഞ്ചലോട്ടി ഗെയിം മാനേജ് ചെയ്തെന്ന് എനിക്ക് തോന്നിയത്. കൃത്യമായ സമയത്ത് തന്നെയാണ് ആൾ മിഡ്ഫീൽഡിലേക്ക് ഫെഡനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമ്മുടെ ആരെ പിൻവലിക്കുന്നുണ്ട്, മോഡ്രിച്ചിനെ പിൻവലിച്ചിട്ടാണ് അവിടെ കമവിങ്കനെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൾ റോഡ്രിഗോനെ പിൻവലിക്കുന്നുണ്ട്. അവിടെ വിനീഷ്യസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് തോന്നിയത് വിനീഷ്യസിനെ പിൻവലിച്ചിട്ട് റോഡ്രിഗോനെ ലെഫ്റ്റിലേക്ക് ഇട്ടിട്ട് റൈറ്റിൽ നമ്മുടെ ഇബ്രാഹിം വന്നാൽ നന്നായിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എൻട്രിക്കൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ മാച്ച് നമുക്ക് മനസ്സിലായി ഏകദേശം ഇത് പെനാൽറ്റിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പെനാൽറ്റി എത്തിയതിന് ശേഷം സംഭവിച്ചത് എന്താണ്, ഫസ്റ്റ് വന്ന പെനാൽറ്റീസൊക്കെ ടോപ്പ് പെനാൽറ്റി കിക്സ് ആയിരുന്നു. പക്ഷേ അതിൽ അൺലക്കി ആയിട്ട് മാറിയൊരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് ഹൂലിയൻ അൽവാരസ് ആണ്. അൽവാരസ് കിക്ക് എടുക്കുന്നു, ആളത് റൈറ്റ് ഫുട്ട് കൊണ്ടാണ് എടുക്കുന്നത്, പക്ഷേ ലെഫ്റ്റ് ഫുട്ടിൽ ഉരസിയിട്ടാണ് അത് ഗോളായതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കിക്ക് ഡിസലോ ചെയ്യാണ്. അപ്പോൾ അതന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അടിയായിട്ട് മാറി, അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം. അത് ഫുട്ബോളിലെ റൂളാണ്, അങ്ങനെ കിക്ക് എടുക്കാൻ വേണ്ടി പാടില്ല. ആ കിക്ക് എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗോൾ ഡിസലോ ചെയ്തു. പിന്നീട് അത്ലറ്റിക്കോക്ക് ഫേവറായിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റയലിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പം അവരുടെ ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബെസ്റ്റ് പെനാൽറ്റി ടേക്കർ ലൂക്കാസ് വാസ്കുസ. അപ്പം വാസ്കുസ് അവിടെ പെനാൽറ്റി മിസ് ചെയ്യണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. റയലിൽ ആര് പെനാൽറ്റി മിസ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചാൽ പോലും അൽവാരോ വാസ്കുസ് പെനാൽറ്റി മിസ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വാസ്കുസ് അത് മിസ് ചെയ്തു. അത് അടിപൊളിയായിട്ടാണ് അവിടെ ഒബ്ലാക്ക് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, അവിടെ ഒരു ചെറിയൊരു എഡ്ജ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജ് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അത്ലറ്റിക്കോക്ക് കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് അത്ലറ്റിക്കോൻ്റെ പ്ലെയർ ആയിട്ടുള്ള ലൊറൻറ്റെ വന്നിട്ട് പെനാൽറ്റി മിസ് ചെയ്യാണ്. അത് ബാറ് തട്ടിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഫൈനലി റുഡിഗർ വന്ന് സ്കോർ ചെയ്യാണ്. റുഡിഗറിൻ്റെ ഷോട്ട് കുറച്ച് വീക്കായിരുന്നു, ഒബ്ലാക്കിന് മേ ബി സേവ് ചെയ്യായിരുന്നു. പക്ഷേ അവിടെ ഒബ്ലാക്കും പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ റയൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുകയാണ്. അപ്പം അവരുടെ ആ ഒരു ഡിഫെൻസീവ് പെർഫോമൻസിനൊക്കെ നമ്മൾ കാര്യമായിട്ടുള്ള കയ്യടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് റൗൾ അസെൻസിയോ, തിബോട്ട് കോർട്ടുവ, റൂഡിഗർ, 2 വിങ് ബാക്സ്, അതുപോലെ തന്നെ ഫെഡെ, കമവിങ്ക, അവരൊക്കെ അവിടെ പുട്ട് ചെയ്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് എഫേർട്ടാണ്. പിന്നെ പെനാൽറ്റിയിലേക്ക് വരുന്ന സമയത്ത് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സംഭവമല്ല. അതാണ് എനിക്ക് തോന്നിയത്. അവിടെ സിമിയോണി ഒരു പെനാൽറ്റിയിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പെനാൽറ്റിയിൽ റയലിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് നല്ല പ്രോപ്പർ പെനാൽറ്റി ടേക്കേഴ്സ് ഉണ്ട്, സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഗോൾ കീപ്പറുണ്ട്. സോ അവർക്കെതിരെ പെനാൽറ്റിയിൽ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫാണ്. അതിനുള്ള കേപ്പബിലിറ്റി അത്ലറ്റിക്കോക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. കുറേ ചാൻസൊക്കെ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അവസാനം അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മാഡ്രിഡ് ഡെർബിയിൽ തല താഴ്ത്തി മടങ്ങി UCL പുറത്തേക്ക് പോകേണ്ടി വരുന്നു. UCL അടിക്കാൻ വൺ ഓഫ് ദ ഫേവറേറ്റ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് ആലോചിക്കണം. സോ ആ ട്രോഫിക്ക് വേണ്ടിയിട്ട് ഇനിയും നമ്മുടെ സിമിയോണിയും കൂട്ടരും തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് അവർ കുറച്ച് അൺലക്കിയാണ്. ടോട്ടലി നോക്കുന്ന സമയത്ത് അവരൊരിക്കലും ആ ഒരു കൊതിച്ച കിരീടം എത്തിപ്പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എനിവേ നെക്സ്റ്റ് സീസണിലെ UCL എങ്ങനെയാണ് അത്ലറ്റിക്കോ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ബാരിയോസൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് എൻഡിൽ റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെന്താ പറയുക, സോർലോത്ത് വന്നു,
കുറേ വന്നതിന് ശേഷം കളി കുറേ ഓണാവുന്നുണ്ട്. കുറേ അടിപൊളിയായിട്ടൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ആളുടെ ഇപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അൽവാരസിൻ്റെ പാസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു ബിഗ് ചാൻസ് അവിടെ ഓപ്പൺ ആയേനെ. അപ്പം അങ്ങനത്തെ പ്രശ്നം ഫൈനൽ തേർഡിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ റയലിൻ്റെ സൈഡിൽ പെനാൽറ്റിയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് വിനീഷ്യസ്. അത് എന്താ പറയുക, അവിടെ ഒരു ഡിപ്പ് സ്വാഭാവികമായിട്ട് ഏതൊരു ടീമിനുണ്ടാവും. ഓപ്പണൻറ്റിൻ്റെ ഹോമിൽ പോയിട്ട് കളിക്കുന്ന സമയത്ത്, അത്രയും ക്രൂഷ്യലായ സമയത്ത് ഒരു പെനാൽറ്റി മിസ് ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടാവും. പക്ഷേ അതൊക്കെ റയൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അതാണ് ടോട്ടലി മാച്ചിൽ പല സമയത്തും അത്ലറ്റിക്കോ മികച്ചു നിന്നെങ്കിൽ പോലും ഗെയിം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് റയൽ പരിക്കുകളൊന്നും കൂടാതെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് നേരിടേണ്ടത് ആർസണലിനെയാണ്. അപ്പം ആർസണലിൻ്റെ ഇപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ അവർ PSVനെ ടോട്ടൽ അഗ്രിഗേറ്റ് 9-2 തോൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊരു ക്വാർട്ടർ ഫൈനൽ ഏതാണ്, ബാഴ്സ വേഴ്സസ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ടാണ്. ഡോർട്ട്മുണ്ട് നല്ലൊരു കംബാക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇന്ന്. പിന്നെ മറ്റൊരു ക്വാർട്ടർ എന്ന് പറയുന്നത് ബയേൺ വേഴ്സസ് ഇൻ്റർ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ബയേണ് കുറച്ച് അപ്രിസിയേഷൻ കൊടുക്കും. അപ്പോൾ ഞാനും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബയേൺ വേഴ്സസ് ലെവർകൂസൻ ടൈൽ ഈസി ആയിട്ട് ലെവർകൂസൻ കയറി പോകുന്നത്. പക്ഷേ ബയേൺ 5-0 5-1 ആ ഒരു ടൈല് ലെവർകൂസനെ മലർത്തിയടിച്ച് ഇല്ലാണ്ടാക്കി കളയുന്നത് ക്സാബി അലോൺസോൻ്റെ ലെവർകൂസൻ. അപ്പം അവിടെ വിൻസെൻ്റ് കൊമ്പനി ആൻഡ് സൈഡിന് വലിയ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒളീസ് എടുക്കുന്ന പെർഫോമൻസ്, കെയ്ൻ എടുക്കുന്ന പെർഫോമൻസ്, മുസിയാലേൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഡിഫൻസീവുകാർ കാണിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ അവർക്ക് നമ്മൾ തീർച്ചയായിട്ടും ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു ടൈ ആയിട്ട് നിൽക്കുന്നത് PSG വേഴ്സസ് ആസ്റ്റൺ വില്ലയാണ്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിവേ ഫിക്സ്ചേഴ്സിനെ കുറിച്ച് നമുക്ക് അപ്കമിങ് ദിവസങ്ങളിൽ കൂടുതലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ഇട്ടുകൊണ്ട് കാണാം. താങ്ക് യു.